ജെറമിയ പ്രവാചകന്റെ പുസ്തകം എന്നുള്ള വായന 16-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വചനങ്ങൾ. ഭാഗം 2. എന്റെ ബലവും കോട്ടയുമായ ദൈവമേ, കഷ്ടദിനത്തിൽ എൻ്റെ സങ്കേതമേ, എനിക്ക് ആശ്വാസമേകണമേ. 13-ാം വചനം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ ദേശത്തു നിന്ന് നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ കേട്ടിട്ടില്ലാത്ത ഒരു ദേശത്തേക്ക് വലിച്ചെറിയും. അവിടെ നിങ്ങൾ അന്യദേവന്മാരെ രാവും പകലും സേവിക്കും. ഞാൻ നിങ്ങളോട് കൃപ കാണിക്കുകയില്ല. ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനതയെ കൂട്ടിക്കൊണ്ടുവന്ന കർത്താവാണ് എന്ന് പറഞ്ഞ് ആരും ശപഥം ചെയ്യാത്ത ദിനങ്ങൾ. എന്തെന്നാൽ അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത അവരുടെ സ്വന്തം നാട്ടിലേക്ക് ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും. ഞാൻ അനേകം മീൻപിടുത്തക്കാരെ വരുത്തും, അവർ അവരെ പിടികൂടും. കർത്താവ് അരുളി ചെയ്യുന്നു. പിന്നീട് ഞാൻ അനേകം നായാട്ടുകാരെ വരുത്തും, അവർ പർവ്വതങ്ങളിൽ നിന്നും മലകളിൽ നിന്നും പാറ ഇടുക്കുകളിൽ നിന്നും അവരെ വേട്ടയാടി പിടികൂടും. അവരുടെ പ്രവൃത്തികൾ ഞാൻ കാണുന്നുണ്ട്, അവ എനിക്ക് അജ്ഞാതമല്ല. അവരുടെ അകൃത്യങ്ങൾ എൻ്റെ കണ്ണുകൾക്ക് ഗോപ്യമല്ല. അവർ നിർജീവ വിഗ്രഹങ്ങൾ കൊണ്ട് എൻ്റെ ദേശം ദുഷിപ്പിച്ചു. തങ്ങളുടെ മ്ലേച്ഛ വസ്തുക്കൾ കൊണ്ട് എൻ്റെ അവകാശഭൂമി നിറച്ചു. അതിനാൽ അവരുടെ അകൃത്യത്തിനും പാപത്തിനും ഞാൻ ഇരട്ടിയായി പ്രതികാരം ചെയ്യും. എൻ്റെ ബലവും കോട്ടയുമായ കർത്താവേ, കഷ്ടദിനത്തിൽ എൻ്റെ സങ്കേതമേ, ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ജനതകൾ അവിടുത്തെ അടുക്കൽ വന്നു പറയും, ഞങ്ങളുടെ പിതാക്കന്മാർ വ്യാജമല്ലാതെ മറ്റൊന്നും അവകാശപ്പെടുത്തിയിട്ടില്ല. ഉപയോഗശൂന്യമായ വിലകെട്ട വസ്തുക്കൾ മാത്രം തനിക്ക് വേണ്ടി ദേവന്മാരെ ഉണ്ടാക്കാൻ മനുഷ്യന് സാധിക്കുമോ? അവ ദേവന്മാരല്ല. അതുകൊണ്ട് ഞാൻ അവരെ പഠിപ്പിക്കും. എൻ്റെ ശക്തിയും ബലവും അവരെ ഞാൻ ബോധ്യപ്പെടുത്തും. അപ്പോൾ കർത്താവെന്നാണ് എൻ്റെ നാമമെന്ന് അവർ അറിയും. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ബലവും കോട്ടയുമായ കർത്താവേ, കഷ്ടദിനത്തിൽ എൻ്റെ സങ്കേതമേ, അങ്ങാണ് ഞങ്ങളുടെ സങ്കേതമെന്ന് ഏറ്റുപറയുന്നു. ജെറമിയ പ്രവാചകനിലൂടെ ഇസ്രായേൽ ജനതയുടെ പാപങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ പരിശ്രമിക്കുകയും എന്നാൽ അവർ അതിൽ നിന്ന് പിന്തിരിയുകയും ദൈവത്തിലേക്ക് അടുക്കാതിരിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ പ്രവാചകൻ പറയുന്നുണ്ടല്ലോ, മീൻപിടുത്തക്കാർ വന്ന് ഇവരെ പിടിച്ചു കൊണ്ടുപോകും. നായാട്ടുകാര് മലകളിൽ ഒളിച്ചിരിക്കുന്നവരെ പിടിച്ചു കൊണ്ടുപോകും. അത്രയും വ്യക്തമായിട്ട് ഇസ്രായേൽ ജനതയോട് പ്രവാചകന്റെ വചനം അരുളി ചെയ്യുന്നു. ദൈവമേ, നിന്റെ വചനം തന്നെയാണ്. നിന്റെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്നത് മനസ്സിലാക്കാനും ഹൃദയത്തെ പരിപോഷിപ്പിക്കാനും ഹൃദയത്തെ നവീകരിക്കാനും ദൈവസ്നേഹത്തിൽ വളരാനും ദൈവവചനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. അതിനുവേണ്ട മാധ്യസ്ഥനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. ഏറ്റവും പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ദൈവത്തിന്റെ വചനം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനവും ശാന്തിയും ഉണ്ടാകും. ദൈവവചനത്തിൽ ജീവിക്കാം. ദൈവം നമ്മോടുകൂടെയാകട്ടെ. എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ദൈവമേ നന്ദി.